ആരവങ്ങൾ ഉയരുകയാണ്. മകരജ്യോതി ഫ്രെയിമിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം ഉണർന്നു വരുമെന്ന് ആ മകരജ്യോതിയുടെ അസൗകര്യം നമ്മൾ ഒരു വട്ടം കണ്ടു. ഇതാ ആ മരങ്ങൾക്ക് ഇടയിൽ അപ്പുറത്തായി നമുക്കൊരല്പം ക്യാമറ നമ്മൾ മാറ്റിവെച്ച് നമുക്ക് കാണാം. ഇതാ വല്ലാത്തൊരു താളമുണ്ട്. ആ മരങ്ങളുടെ ഒരു ഫ്രെയിമും ഒക്കെ വെച്ചിട്ട് അതിമനോഹരമായ മകരജ്യോതിയുടെ ഒരു നിമിഷാർത്ഥത്തിൽ അതാ അടുത്ത കാഴ്ചയിലേക്ക് നമ്മൾ വരികയാണ്. ആ മകര നക്ഷത്ര തെളിഞ്ഞു നിൽക്കുകയാണ്. മകരം സംക്രാന്തി നക്ഷത്രമാണ്, വിപ്ലവത്തിൻ്റെ നക്ഷത്രമാണ് നമ്മൾ കാണുന്നത്. ചുവന്ന ഒരു നക്ഷത്രത്തെ നമ്മൾ കാണുകയാണ്, മാറ്റങ്ങളുടെ നക്ഷത്രത്തെ നമ്മൾ കാണുകയാണ്. ഇനി ഒരുപാട് മാറ്റങ്ങൾ കിടക്കുകയാണ്. 10,788.17 കോടിയുടെ വികസനങ്ങൾ വരികയാണ്. അന്നും മാറാതെ ഇവിടെ ഉണ്ടാകും ഈ നക്ഷത്രം, അന്നും മാറാതെ ഇവിടെ ഉണ്ടാകാം ഈ മകരവിളക്ക്. മകരവിളക്ക് കൊളുത്തുമ്പോൾ ഇവിടെ മകരജ്യോതി തനിയെ ഉണർന്നു വരികയാണ്. അങ്ങനെയുള്ളൊരു നിർവചനമുണ്ട്. ലക്ഷക്കണക്കിന് പ്രേക്ഷകർ, കൈകളുടെ പ്രേക്ഷകർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിരുന്ന് ഈ ദൃശ്യം കാണുക. ഈ ആരവങ്ങളിൽ തന്നെയുണ്ട്, ഈ കൂട്ടായ്മയിലുണ്ട്, ഈ ശരണം വിളികളിലുണ്ട്. ഈ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു മഹാസങ്കല്പത്തിൻ്റെ സാധ്യതകൾ ഈ കാലഘട്ടത്തിൽ എന്താണെന്നുള്ള ജാതിരഹിതമായ, മതരഹിതമായ, സംസ്കാര സമ്പന്നമായ മകരവിളക്കിൻ്റെ കാഴ്ചകളിലൂടെ നാം കടന്നു പോവുകയാണ്. എന്തായാലും ഇത്തവണ ഏറെ സെക്കൻഡുകൾ, നമുക്ക് മിനിറ്റുകളൊക്കെ ആ കാഴ്ച നമ്മുടെ മനസ്സിലേക്ക് തങ്ങി നിൽക്കുന്ന രീതിയിൽ പ്രകൃതി നമ്മളെ അനുഗ്രഹിച്ചു. തെളിഞ്ഞ ഒരു കാലാവസ്ഥയായിരുന്നു. ഏതായാലും ഇത്തവണ ഈ 10,000 പേര് ഇവിടെ, 2.5 ലക്ഷം പേര് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും ഈ സന്നിധാന പരിസരങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് ഓൺലൈനിലൊക്കെ വന്ന ഇവർക്കൊക്കെ തിരിച്ചുവിടുന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി ഒരു ഓപ്ഷൻ ബി കൂടി കേരള സർക്കാർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതായത് കൃത്യമായിട്ട് അവർ കാണുന്ന പാതയിലൂടെ അല്ലെങ്കിൽ ഈ വ്യവസ്ഥാപിതമായ വഴികളിലൂടെ പോകുന്നത് കൂടാതെ ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ തിക്കിത്തിരക്ക് ബുദ്ധിമുട്ടോ ഉണ്ടായാൽ ഓപ്ഷൻ ബി അടുത്ത ഒരു പ്ലാനിൽ കൂടി പോകാൻ, അത്തരത്തിൽ വളരെ ശാസ്ത്രീയമായ ഒരു മണ്ഡലകാലമാണ് അവസാനിക്കുന്നത്. അത് വളരെ സർപ്രൈസായിട്ട് വെച്ച ഒരു കാര്യമാണ്. ഏതായാലും മകരവിളക്ക് തെളിഞ്ഞു. ഇനിയും മകരവിളക്കുകൾ ഉണ്ടാകും. ഈ മകരവിളക്കുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി കൈരളിയും ഞാനും ഒക്കെ ഉണ്ടാകും എന്ന പ്രാർത്ഥനകളോടെ നിങ്ങളുടെയൊക്കെ മുമ്പിൽ മനസ്സും ശിരസ്സും നമിച്ചുകൊണ്ട് പ്രവീൺ റവങ്കര വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ പരിപാടി ഇത്രയും മണിക്കൂർ നിങ്ങളൊക്കെ ഒന്നിച്ചിരുന്ന് കേട്ടതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരിലേക്കും എല്ലാം കൃത്യതയോടുകൂടി എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അടുത്ത മണ്ഡലകാലത്ത് വീണ്ടും ശബരിമാമലയും ഈ സ്വപ്നങ്ങളും മതേതരമായ ചിന്തകളും ഒക്കെയായിട്ട് ശബരിയുടെ ഹൃദയഭൂമികയിൽ ഉറങ്ങുന്ന മാളികപ്പുറത്തമ്മയെയും അയ്യപ്പനെയും ഒക്കെ കാണുവാനായി മതേതരമായിട്ട് ഒരു വാവരും അയ്യപ്പനും ഒക്കെ ഇവിടെ ഉണ്ടാകേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അത് നമ്മുടെ ആർജവങ്ങളുടെയും ഇടിവെപ്പുകളുടെയും അടുത്ത തലമുറയ്ക്ക് കൈമാറുന്ന ദീപത്തിൻ്റെ ശോഭയുടെയും ആവശ്യമാണ്. ഈ നദീതട സംസ്കാരം, പമ്പാ നദിയാൽ പരിസേവിതമായ ഈ സംസ്കാരം എന്നൊരിക്കൽ കൂടി നമ്മൾ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് കൈരളിയെ വീക്ഷിച്ച എല്ലാവർക്കും മനസ്സും ശിരസ്സും നമിച്ച് സാഷ്ടാംഗ പ്രണാമം നൽകിക്കൊണ്ട് നന്ദി പറയുന്നു. അടുത്ത മണ്ഡലകാലത്ത് വീണ്ടും കാണാം. താങ്ക് യു.